എന്ത് ചെയ്യാം? നമസ്കാരം. നിയമസഭയിൽ കൂത്താട്ടുകുളം വിഷയം ഇന്ന് ചർച്ചയാകുമ്പോൾ നാളിതുവരെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല. കൂത്താട്ടുകുളത്ത് പോലീസ് നിഷ്ക്രിയമായിരുന്നു. ഒരു വനിതയെ ജനമധ്യത്തിൽ, സമൂഹ മധ്യത്തിൽ, കൗരവസഭയിൽ ദുശാസനൻ, ദുര്യോധനൻ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതുപോലെ വസ്ത്രാക്ഷേപം ചെയ്തു. അതും അവരുടെ സ്വന്തം സ്വന്തം പാർട്ടിക്കാരിയെ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുഖ്യമന്ത്രി സാധൂകരിക്കുകയായിരുന്നു തൻ്റെ പോലീസിനെ മുഖ്യമന്ത്രി സാധൂകരിക്കുകയായിരുന്നു. അതിനെതിരെ വി ഡി സതീശൻ പ്രതികരിക്കുമ്പോൾ സഭയിൽ അംഗങ്ങൾ കൂടുതലുള്ള ഭരണപക്ഷ MLA-മാർ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നില്ല. നാളിതുവരെ വി ഡി സതീശൻ ഇങ്ങനെ ഇത്ര പ്രകോപിതനായി തൻ്റെ കയ്യിലിരുന്ന ആ കുറിപ്പുകൾ അടങ്ങിയ കടലാസ് കഷ്ണം സ്വന്തം മേശപ്പുറത്തടിച്ച് അദ്ദേഹം ക്ഷോഭിക്കുന്നത് കൂടി നമുക്ക് കാണേണ്ടി വന്നു. കൂത്താട്ടുകുളത്ത് CPM-ന്റെ പ്രതിനിധി 25 വർഷം പാർട്ടി അംഗമായിരുന്ന ആ യുവതിയെ ഇത്ര കണ്ട് മനോവേദന ഉണ്ടാക്കിയ വിഷമത്തിൽ കോൺഗ്രസ് ഇടപെട്ടു എന്നും അവരുടെ അംഗത്വം, അതായത് പാർട്ടി അംഗത്വം രാജിവെച്ച് അവർ പോകേണ്ടതായിരുന്നു എന്നും നിസാരവൽക്കരിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. തൻ്റെ പോലീസിന് പറ്റിയ പിഴവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുമതിയില്ല. മുഖ്യമന്ത്രി തൻ്റെ പോലീസിനെ എല്ലാം ഭദ്രമായി ചെയ്തു എന്നും ആ പറഞ്ഞ വ്യക്തി പാർട്ടിയിൽ നിന്ന് മഹദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ മറുപടിയിൽ പ്രതിപക്ഷം അവതരിപ്പിക്കാൻ പോയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്നായിരുന്നു വി ഡി സതീശൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, AM ഷംസീർ എന്ന സ്പീക്കർക്ക് ഒന്നും തന്നെ, അതായത് അവിടെ ഇരിക്കൂ എന്ന് തൻ്റെ സ്വന്തം പാർട്ടിക്കാരായ MLA-മാരോട് ഷംസീർ പറയുമ്പോഴും അവിടെ ആ സ്പീക്കറുടെ വാക്കിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ വി ഡി സതീശൻ എന്ന നേതാവിനെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ സഭാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം കൂട്ടുകയായിരുന്നു. എണ്ണത്തിൽ കുറവായ പ്രതിപക്ഷത്തെ ബഹളത്തിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഒരു അംഗമായിരുന്ന ആ വ്യക്തി കൂറുമാറി പോകുമ്പോൾ ആ കൂറുമാറ്റം നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഈ രാജ്യത്ത് നടക്കാത്തതാണോ? ഭരണത്തിൽ മുനിസിപ്പൽ ഭരണത്തിൽ ഇതെല്ലാം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ തന്നെ ഇത്തരത്തിൽ വിപ്പുമാറി വോട്ട് ചെയ്യുന്നതൊക്കെ സുപരിചിതമല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഏതായാലും ഷംസീർ പരാജയപ്പെടുന്നു. ഇത്തരത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം വയ്ക്കുമ്പോഴും ഷംസീർ വി ഡി സതീശനെ സംസാരിക്കാൻ പറയുന്നു. ഒരു കാര്യം വ്യക്തം, ഷംസീറിനുള്ള കുറി CPM-ൽ റെഡിയായി കഴിഞ്ഞു. ഷംസീർ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞു. പിണറായി വിജയന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞു. വി ഡി സതീശന് സംസാരിക്കാൻ, ഈ ബഹളത്തിനിടയിലും വി ഡി സതീശനോട് സംസാരിക്കാൻ ഷംസീർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കൽ പോലും നിയമസഭയിൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല. കൂത്താട്ടുകുളത്ത് നടന്ന ഒരു സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിൽ CPM കാണിച്ച കാടത്വത്തിനെയാണ് വി ഡി സതീശൻ അതിനെതിരെയാണ് പ്രതികരിച്ചത്. അതിനെയാണ് നിസാരവൽക്കരിച്ചത് മുഖ്യമന്ത്രി. ആ സഭയിൽ സഭാനാഥൻ എന്നാൽ സ്പീക്കറാണ്. സ്പീക്കർ പറയുന്നത് ഇരുപക്ഷവും കേൾക്കണം. എന്നാൽ ഭരണപക്ഷത്തെ ഷംസീറിന്റെ തന്നെ പാർട്ടിക്കാർ ഷംസീർ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഷംസീർ നിർവികാരനായി ചോദിക്കുന്നത്. ഷംസീറിനുള്ള എന്തായാലും താക്കീത് മുഖ്യമന്ത്രി വഴി CPM വഴി സ്പീക്കർ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ
അനുവാദം കൊടുക്കേണ്ടതുണ്ടോ എന്നിനി ചോദിക്കാൻ അധിക താമസമില്ല. പ്രതിപക്ഷ നേതാവേ, അങ്ങ് സംസാരിച്ചോളൂ, ബഹളത്തിന്റെ വഴിക്ക് പോകും, താങ്കൾ ഇഗ്നോർ ചെയ്യൂ, താങ്കൾ സംസാരിച്ചോളൂ എന്ന് അടിക്കടി പറയുകയാണ് ഷംസീർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബഹളം കാണിക്കുന്നവർ ബഹളം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്നുകൂടെ എടുത്തു പറയേണ്ടതുണ്ട്, ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ മാത്രം ഇറങ്ങി വരുന്നത് സഭാ TV കാണിക്കുന്നു. ഭരണപക്ഷത്തെ ഈ വിളിക്കുന്ന തെറിയും ആ സംസാരത്തെ തടസ്സപ്പെടുത്തുന്നതും ഒന്നും നമുക്ക് കാണാനാകുന്നില്ല. ഏതായാലും നമുക്ക് ഒന്ന് കൂട്ടി വായിക്കാം. പോലീസിനെ ഇത്രയധികം കയറൂരി വിട്ട മുഖ്യമന്ത്രി തന്റെ പോലീസിനെ ഈ ജനം ഈ കണ്ടതൊന്നും ഒന്നുമല്ല, എല്ലാ കുറ്റവും കൂറുമാറാൻ ശ്രമിച്ച ആ യുവതിയാണെന്നും മഹതിയാണ് എന്നൊക്കെ മുഖ്യമന്ത്രി സാധൂകരിക്കുന്നു. തൻ്റെ കഴപ്പണം കെട്ട പോലീസിനെ ഏറ്റവും നല്ല പോലീസ് എന്ന് മഹത്വൽക്കരിച്ച മുഖ്യമന്ത്രി അങ്ങയുടെ ആ മഹത്വൽക്കരണത്തിന് നമോഭാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും VD സതീശൻ അദ്ദേഹത്തിന് പറയാൻ ശ്രമിച്ചതിൽ അദ്ദേഹം പറയാനുള്ളത് പറയുക തന്നെ ചെയ്തു. ഏതായാലും ഈ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നു, നാം കാണുന്നു. ഇതൊക്കെയാണ് ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ സഭയിലിരിക്കുന്ന എന്താ പറയുക, ഏറ്റവും വലിയ തമ്പുരാക്കന്മാർ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു കാര്യം വ്യക്തം, ഷംസീറിന് ഉള്ള കൊട്ടേഷൻ പിണറായി വഴി ഉറപ്പാകും. പാർട്ടിയിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് എന്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തു? തങ്ങളുടെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ സഭയിൽ എന്തിന് സംസാരിക്കാൻ അവസരം നൽകി എന്ന ചോദ്യം ഷംസീറിന് ഇതാ ഉടൻ തന്നെ ഉണ്ടാകും. പ്രകോപിതനാവില്ല, അങ്ങനെ പ്രകോപിതനാവില്ല പ്ലീസ്.